സാധാരണഗതിയില് പല തർക്കങ്ങളും കേൾക്കാറുണ്ട്. ചില വിഭാഗക്കാര് വന്നിട്ട് പറയും ബാക്കിയൊക്കെ അശാസ്ത്രീയമാണ് എന്ന്. അലോപ്പതിക്കാര് പറയും ആയുർവേദം അശാസ്ത്രീയം, ഹോമിയോ അശാസ്ത്രീയം, പ്രകൃതിയിൽ യാതൊരു ശാസ്ത്രീയതയില്ല, സിദ്ധവൈദ്യം തീരെ പോക്ക് എന്ന് പറയും. തിരിച്ചും കേൾക്കാറുണ്ട്, നേരെ തിരിച്ചും. ഒരു അലോപ്പതി DMO സംഭാഷണ മധ്യേ പ്രകൃതി ചികിത്സ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചു. അപ്പൊ ആംഗ്യം പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, സ്റ്റേജിലാ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് എടുത്തു കിട്ടുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങനെ ഒന്നിനെ അവഗണിക്കരുത്. എല്ലാം ഇവിടുത്തെ ശാസ്ത്രങ്ങളാണ്. എല്ലാത്തിന്റെയും ഉപയോഗം നമുക്ക് ആവശ്യമുണ്ട്. പരിക്ക് പറ്റിയാൽ അലോപ്പതി ആശുപത്രിയിൽ ചികിത്സിക്കണം, ഭംഗിയായിട്ട് മുറിവ് കിട്ടും. അനവധി ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. എന്റെ ഗുരുക്കന്മാരൊക്കെ അവസാനം മരിച്ചത് അലോപ്പതി ആശുപത്രിയിൽ കിടന്ന്. എന്താ അതിനെ എതിർത്തുവോ? അതേ സമയത്ത് ആയുർവേദത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. സിദ്ധവൈദ്യം ശരിക്ക് പ്രാധാന്യമുണ്ട്. ഭക്തി കൊണ്ട് മാറുന്ന രോഗങ്ങളുണ്ട്. ഹോമിയോ എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞല്ലോ അതിന്റെ ഒരു ബേസ്മെന്റ് ഉണ്ട്. മൂത്ര ചികിത്സയ്ക്കും പ്രാധാന്യമുണ്ട്. ഇതിന്റെ അർത്ഥം എല്ലാവരും മൂത്രം കുടിക്കണം എന്നല്ല. അതിന്റെ ഒരു മീറ്റിംഗ് ചോദിച്ചപ്പോൾ ഒരു വലിയൊരാൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസേന സൂക്കടൊന്നും ഇല്ലാത്തവരെ ഇത് ബാധിക്കുന്നില്ല. എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. വികൃതി കാണിക്കുന്ന കുട്ടിയെ തല്ലേണ്ടി വരാം, ഭീഷണിപ്പെടുത്തേണ്ടി വരാം. അനവധി ശാസ്ത്രങ്ങൾ ഉണ്ട്. അത് നേരെ തിരിച്ച് പറയും. ചില കാര്യങ്ങളിൽ ഏതാണ് നമുക്ക് ഉപയോഗപ്പെടുക എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ശാസ്ത്രം ആണ്. ഇന്ന് പറയുന്ന ആയുർവേദത്തെ കുറിച്ച് ആയതുകൊണ്ടാണ് ഇത് പറയണത്. നാളെ അലോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് പറഞ്ഞു എന്നൊക്കെ വരാൻ പറ്റും. ആയുർവേദം നിലനിൽക്കുന്നത് അതൊരു ഗൃഹമാണെങ്കിൽ 3 തൂണുകളാണ് അതിന്റെ ബേസ്. ഓരോന്നിനൊരു ബേസ് ഉണ്ട്. ആയുർവേദത്തിന് 3 തൂണ്. പഞ്ചഭൂതങ്ങളെ പറ്റി പറയുമ്പോ 5 ഭൂതങ്ങൾ. അതെന്താ തെറ്റ്? ആയുർവേദത്തിൽ അതിനെ ചുരുക്കി വാതം പിത്തം കഫാക്കി. എല്ലാം ശരികളാണ്. അമ്മയോട് കാണിക്കേണ്ടത് സ്നേഹമാണോ, ആരാധനയാണോ, വാത്സല്യമാണോ ഒക്കെ ചോദ്യം ചോദിച്ച ആളോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഒന്നല്ലേ? ഓരോ രീതിയിൽ ഓരോന്നിനും അതിൻ്റെതായുള്ള അർത്ഥം ഉണ്ട്. 3 പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അടുപ്പിന് 3 കല്ല് എന്ന് പറഞ്ഞ മാതിരി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഹാരം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആഹാരം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് കണ്ടമാനം തിന്നല്ല. അവസാന കാലത്ത് കോട്ടക്കൽ
വാര്യർ. അദ്ദേഹം 90 കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം കുറെ നേരം ഇരുന്ന് വർത്തമാനം പറയും, ഒരു ഇന്റർവ്യൂ ചെയ്യേണ്ടൊക്കെ ആവശ്യം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോ അമിതാഹാരമാണ് പ്രശ്നം എന്ന്. ഗ്രഹിണി പിടിച്ചിട്ടുള്ള കുട്ടികളെ അധികം സമൂഹത്തിൽ കാണുന്നില്ല. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഇന്ന സ്ഥലത്തൊന്ന് പോയി നോക്കുകയൊന്നും മറുപടി പറയണ്ട. പൊതുവെ എന്തും കൂടുതലാണ് ഇപ്പൊ ആഹാരം നല്ലപോലെ കഴിക്കുന്നവർക്ക് എല്ലാ സൂക്കടുകളും വരാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അതാത് സീസണിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണം. ഇപ്പൊ ചക്കടിയും മാങ്ങടിയും കാലമാണ്. ചക്കയും മാങ്ങയും ഒരുമിച്ച് കഴിക്കരുത്, ശ്രദ്ധിക്കണം. രാവിലെ ചക്ക തിന്നാൽ വൈകുന്നേരം മാങ്ങ, രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ എന്നും വെച്ചിട്ട് പഴുത്ത മാങ്ങ തൊടിയിൽ ധാരാളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടമാനം പഴം തിന്നാലോ, മാമ്പഴം. ആ മാങ്ങ പൊട്ടിച്ച് തിന്നുമ്പോ എന്റെ വളപ്പിൽ എന്റെ മാവുമ്പിൽ ഉണ്ടായ മാങ്ങയാണ്. പക്ഷേ ഈ പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടി ഇത് വീതിച്ചാൽ എനിക്ക് എത്ര കിട്ടുക? അതല്ലേ ഉദ്ദേശിക്കുന്നത്. അമ്മയ്ക്ക് 4 മക്കളുണ്ട്. അമ്മ കാരോലപ്പം ഉണ്ടാക്കി അവിടെ വെച്ചു. ബുദ്ധിയുള്ള കുട്ടി എന്താ ചെയ്യേണ്ടത്? കാരോലപ്പം വെക്കണം. ഞങ്ങൾ 4 മക്കള്. അമ്മയ്ക്ക് ഭക്ഷിക്കണ്ടേ, അച്ഛനും ഭക്ഷിക്കണം. അപ്പൊ 6 കൊണ്ട് ഗുണിക്കണം. അതല്ലേ ശരി? അമ്മ ആലോചിച്ചിട്ട് 6 കാരോലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എത്ര അവകാശമുണ്ട്? ഒരു കുട്ടിക്ക് ഒരു കാരോലപ്പത്തിന് അവകാശം. അപ്പൊ നല്ലതാണ് എന്നും വിചാരിച്ചിട്ട് ചക്കയുടെ കാലത്ത് ചക്ക തന്നെ. ചക്ക കൂടുതലായാൽ ഉള്ള ഔഷധമാണ് ചക്കക്കുരു കൂടി ചേർക്കണം എന്ന്. ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ 4 ചക്കക്കുരു എടുത്തിട്ട് അതിലരിഞ്ഞ് വിടണം. ആഹാരശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടുന്നത്ര ആഹാരം. ഇത് നല്ലതാണ്, അതുകൊണ്ട് എന്റെ തൊടിയിൽ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അത് കണ്ടമാനം തിന്നാൻ പറഞ്ഞിട്ടില്ല. പാകത്തിന്. വെള്ളംകുടിയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞപ്പോ വളരെ സീനിയറായ വൈദ്യനോട് പറഞ്ഞു, അങ്ങനെ പറയരുത് വിചാരണം. മനുഷ്യൻ രാവിലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പൊ വെള്ളം കുടി എന്നുള്ള വിഷയമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. രാവിലെ മുഴുക്കെ വെള്ളം കുടിക്കുക. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ചിലവരുടെ ശരീരം പറയും അത് വേണ്ട. ചില ശരീരങ്ങൾക്ക് അത് പറ്റില്ല. അനവധി ശാസ്ത്രങ്ങളിലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യശരീരത്തിനും ഓരോ ശരീരശാസ്ത്രം വേണമെന്ന് അഭിപ്രായനിക്കുന്നു. ഒരുമിച്ചായിട്ട് പറയാം, ഒരാളുടെ മാതിരിയല്ല വേറൊരാള്. ഇവിടുത്തെ ചികിത്സാ രീതിയല്ല വേറൊരുത്തിലെ ചികിത്സാ രീതി. ഇവിടുത്തെ വെയിലിന്റെ എഫക്റ്റ് അല്ല മറ്റൊരു സ്ഥലത്തെ വെയിലിൽ നിന്ന്. രാവിലെ മുഴുക്ക് വെള്ളം, ഇതിനർത്ഥം വെള്ളം വേണ്ടെന്നാണോ? അല്ല. പഴവർഗ്ഗങ്ങൾ കണ്ടമാനം ഭക്ഷിച്ചാൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന എവിടുന്ന? പഴങ്ങൾ വാറ്റിയെടുത്തല്ലേ. ആൽക്കഹോൾ അമിതമായിട്ട് ചെന്നാൽ അസുഖമല്ലേ. ഒരാൾ പറഞ്ഞ നല്ലൊരു കമന്റ് എനിക്കിഷ്ടമായി. അത്യാവശ്യം കുടിക്കാത്തവൻ മണ്ടനാണ്. വളരെ ശ്രദ്ധിക്കണം, ആ വാക്കൊക്കെ നമ്മളും അർത്ഥമുണ്ടാക്കുന്നു. വലിയൊരു അർത്ഥത്തിലാണ്. കണ്ടറിഞ്ഞ് വേണ്ടുന്ന രീതിയിലാവുമ്പോൾ ഒന്നും അബദ്ധമില്ല. പഴവർഗ്ഗങ്ങൾ കൂടുതലാവുമ്പോൾ ബോഡി ആൽക്കഹോൾ ഉണ്ടാക്കില്ലേ.
ലിവർ സിറോസിസ് വരില്ലേ? ഏതൊരു കാര്യവും നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. ഒന്നിനെ അങ്ങോട്ട് നിഷേധിക്കരുത്. ഇംഗ്ലീഷ് മരുന്നുകൾ മുഴുവൻ പോയ്സണാണ്, അത് പറയാൻ നമുക്ക് അർഹതയില്ല. സിദ്ധവൈദ്യം എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. കണ്ണിടുക, അതിലൊന്നും ശാസ്ത്രീയമായിട്ടൊരു വശവുമില്ല. കണ്ണേർ, ഓരോ ഏങ്കിളിൽ എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പൊ അമിതാഹാരം അല്ല, ഹിതമായ രീതിയിൽ പാകത്തിനുള്ള ആഹാരം, കൂടരുത് കുറയരുത്. ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് ഞാൻ പറയാറുണ്ട്. ഞാൻ വെള്ളം കുടിക്കാറില്ല. ചില ദിവസം കനത്ത ദാഹം കൊണ്ട് അപ്പം കുടിച്ചേ പറ്റൂ എന്ന് വരുമ്പോ 2 അരക്ക് വെള്ളം കുടിച്ചാൽ ചത്തുപോകുന്നില്ല. ഈ അനവധി വിജ്ഞാനങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാകുമ്പോൾ ഒരു സഹിഷ്ണുതാബോധമുണ്ടാകും. ഇന്ന് അതിനെക്കുറിച്ചും ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.